ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു 4 മണി പലഹാരമാണ്. അതൊരു സ്നാക്സ് പോലെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഇതിൻ്റെ പേര് ശരിക്കും കൽക്കട്ടക്കാരുടെ ജാൽ മുറി എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ ഞാനത് നമ്മുടെ കേരളത്തിൻ്റെ കുറച്ച് വേരിയേഷൻസൊക്കെ വരുത്തിയിട്ടുള്ള നമ്മുടെ നാടൻ പൊരിയില്ലേ, പൊരി കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പൊരി എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഒരു ചെറുതായിട്ട് പുഴുങ്ങി അല്ലെങ്കിൽ വേവിച്ച് ചെറുതായിട്ട് മുറിച്ച് വെച്ചത്. പിന്നെ ഈ സേവ് ഒരു 1/2 കപ്പ്. ഇതൊക്കെ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല, നമുക്ക് ആ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ ഞാൻ ഒരു സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, 3 പച്ചമുളക്, ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, പിന്നെ പൗഡറായിട്ട് ഞാനിവിടെ ജീരകം ചതച്ചതെടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ചാട്ട് മസാല, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്. പിന്നെ ഇതിനകത്ത് കുക്ക് ചെയ്യുന്നത് ഈ കപ്പലണ്ടി മാത്രമേ ഉള്ളൂ. കപ്പലണ്ടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ അച്ചാറൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അച്ചാറിൻ്റെ മുകളിൽ തെളിഞ്ഞു വരുന്ന ആ നല്ലെണ്ണയാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു നാരങ്ങയുടെ നീര് വേണം. പിന്നെ ഉപ്പ് നമുക്ക് ലാസ്റ്റ് എല്ലാം മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യാം. ഈ പൗഡേഴ്സൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അധികം ഉപ്പ് ആവശ്യം വരത്തില്ല. അപ്പോൾ ഇനി ഇതിപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഉണ്ടാക്കാൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മളിതെല്ലാം കൂടി ഒരു ബൗളിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക, അത്രയും മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ, വളരെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ്. ഒരു നോർത്ത് ഇന്ത്യൻ ടച്ചും ഉണ്ട്, എന്നാൽ നമ്മുടെ നാടൻ തേങ്ങാക്കൊത്തും ഒക്കെ ഉള്ളതുകൊണ്ട് വേറൊരു ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ കഴിച്ച് നോക്കുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാം. ഒരു ബൗൾ എടുക്കുക, അതിനകത്തോട്ട് ആ പുഴുങ്ങിയ പൊട്ടാറ്റോ ആദ്യം നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പച്ചമുളക്, മല്ലിയില, ടൊമാറ്റോ അതും കൂടെ ആഡ് ചെയ്യണം. പിന്നെ അതിനകത്തോട്ട് ആ റോസ്റ്റ് ചെയ്ത് വെച്ച കപ്പലണ്ടി, പിന്നെ തേങ്ങാക്കൊത്ത്, ഇത്രയും ഇട്ടിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് ആദ്യം ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോഴേ വരുള്ളൂ. ഇതെല്ലാം നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ബാക്കി ഐറ്റംസ് നമുക്ക് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നാരങ്ങാനീരുണ്ട്, ചാട്ട് മസാലയും ആ പിക്കിളിൻ്റെ ലിക്വിഡും ഒക്കെ നമുക്ക് ആഡ് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നാരങ്ങാനീര്, ചാട്ട് മസാല, ജീരകം പൊടിച്ചത്, അമ്മയാണ് ഇതൊക്കെ മിക്സ് ചെയ്ത് തരുന്നത്, ഞാൻ പറഞ്ഞു കൊടുക്കുന്നതേ ഉള്ളൂ. അമ്മ അതുപോലെ ചെയ്യാണ്. ഇനി നാരങ്ങാനീര്, അതിൻ്റെ കൂടെ നമുക്ക് ആ പിക്കിളിൻ്റെ എണ്ണ, അതായത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ മാങ്ങാ പിക്കിൾ ഉണ്ടാക്കിയത് ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിപ്പോൾ പിക്കിളിൻ്റെ എണ്ണ ഇല്ലെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യണം, അതാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ഇതൊരു കുറച്ച് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ആയതുകൊണ്ട് അപ്പോൾ പിക്കിളിൻ്റെ ആ ഓയിലും കൂടെ യൂസ് ചെയ്തിട്ട് ഇനി നമ്മളിതിൻ്റെ ടേസ്റ്റൊക്കെ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് പൊരി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ആവശ്യത്തിന് ഉപ്പും എരിവും ഉണ്ടോ എന്ന് എല്ലാവരും ഒന്ന് നോക്കുക. നോക്കിക്കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്യാം, എരിവ് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് നമുക്ക് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇനിയിപ്പോൾ ഞങ്ങളിതിൻ്റെ ഉപ്പൊന്ന് ആദ്യം ടെസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങൾ ടേസ്റ്റ് നോക്കി, അപ്പം കുറച്ച് ഉപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇപ്പം ഉപ്പ് കുറച്ച് ആഡ് ചെയ്തു. പിന്നെ കുറച്ച് എരിവും കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ റോസ്റ്റഡ് ചില്ലി ഫ്ലേക്സും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊരി ആഡ് ചെയ്ത് കൊടുക്കാം. പൊരി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതേ സമയം വെക്കരുത്, നമ്മൾ അപ്പോൾ തന്നെ കഴിക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ആ സേവും കൂടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ ജാൽമുറി, അതല്ലെങ്കിൽ നല്ലൊരു സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈവനിങ്ങിൽ ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്സാണ് ആയിട്ട് വരും. അവിടെ ഇപ്പോൾ എത്ര ക്വാണ്ടിറ്റി കൂടിയെന്ന് നോക്കിയേ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ലാസ്റ്റ് ആ സേവും മുകളിലിട്ടിട്ട് ഞാൻ സെർവ് ചെയ്യുന്ന കാണിച്ചു തരാം. അത് സെർവ് ചെയ്യുന്നത് അവർ ശരിക്കും നമ്മുടെ ന്യൂസ് പേപ്പറിൽ കോൺ പോലെ നമ്മൾ കപ്പലണ്ടിയൊക്കെ സെർവ് ചെയ്യുന്ന പോലെയാണ് സെർവ് ചെയ്യുന്നത്. ഞാനും അതേ ഇത് തന്നെയാണ് ചെയ്യുന്നത്. തനി നാടൻ സ്ട്രീറ്റ് ഫുഡ് ആയതുകൊണ്ട് ഞാനും അതുപോലെ തന്നെ സെർവ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പൊരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അമ്മ അതേ ന്യൂസ് പേപ്പറിൽ അതിനകത്തോട്ട് സെർവ് ചെയ്യാണ്. എന്നിട്ട് ഫൈനലായിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ആ സേവും കൂടെ അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷായിട്ട് ഇട്ടിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഞാനത് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. ഇത് നല്ല ചൂടോടുകൂടി തന്നെ, അതായത് പൊരിയൊക്കെ ക്രിസ്പ് പോവാതെ തന്നെ കഴിക്കണം. അതാണ് അതിൻ്റെ ടേസ്റ്റ്. നല്ല സ്പൈസി ആയിട്ടുണ്ട്, കണ്ടോ. നല്ല ജാൽ മുറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ മറ്റതും കൂടെ ഇതേപോലെ മറ്റേതും അമ്മ ഫില്ല് ചെയ്യാണ്. ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടും കൂടെ സെർവ് ചെയ്യുന്ന കാണിച്ചു തരാം.